ഇങ്ങനെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഇതാ വീടും പൂട്ടി ഞങ്ങൾ പോകുന്നത് നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. ഞാനും അമ്മയും അച്ഛനും ശക്തിയേട്ടനുണ്ട്. മിഥുന് അയിലേക്ക് കാരണം ഞങ്ങളെ കൂടെ വരാൻ പറ്റിയിട്ടില്ല. ഈ കോഴിക്കോട് അങ്ങാടി കൂടെയുള്ള രാത്രി സഞ്ചാരം ഉണ്ടല്ലോ, അടിപൊളി വൈബാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റിംഗ് ഒക്കെ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ കോഴിക്കോട് ബീച്ചിലെത്തി. ഇവിടെ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികവും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സരസ് മേളയും നടക്കുകയാണ്. എന്ത് പരിപാടിയായാലും ഫുഡ് വിട്ട് നമുക്കൊരു കളിയുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നെത്തിയത് ഫുഡ് കോർട്ടിലേക്കാണ്. കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്ന ഞങ്ങളെ കേട്ടോ നിങ്ങൾ കാണുന്നത്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതും നമ്മുടെ സ്റ്റേറ്റിൻ്റെയും നമ്മുടെ ജില്ലകളുടെയും വെറൈറ്റി ഓഫ് ഫുഡ്. അപ്പോൾ കൺഫ്യൂഷൻ അടിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള ഐഡിയ അല്ല. എന്നാൽ പിന്നെ ഞങ്ങൾ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദാ പിണറായി സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളുടെയും ഡെമോ ഇവിടെ സ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദാ ഇവിടെ പോലീസ് വകുപ്പിൻ്റെ ഒരു ജയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും അച്ഛനും നൈസായിട്ടൊന്ന് എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിലൊക്കെ അല്ലേ ഇങ്ങനെ ജയിലിൽ കിടക്കാൻ പറ്റൂ. അങ്ങനെ ദാ ഞങ്ങൾ എല്ലാ വകുപ്പും കണ്ട് നേരെ കയറി ചെന്നത് കുടുംബശ്രീയുടെ സരസ്മേള. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചതാ ഇതിലെങ്ങനെ ചുറ്റിക്കറങ്ങിട്ടോ. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. മേഘാലയ, ഹരിയാന, പഞ്ചാബ് ഇതിലെ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സും കമ്മലും ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ചിലതിനൊക്കെ ഭയങ്കര റേറ്റും തോന്നി. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. നേരെ അതെല്ലാം കണ്ടു. നേരത്തെ കൺഫ്യൂഷൻ അടിച്ച ഏതെടുക്കണം എന്നുള്ള ഫുഡിനൊക്കെ ഒരു തീരുമാനമാക്കി. ഞങ്ങൾ വാങ്ങിയത് വനസുന്ദരിയും അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണിയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ബീച്ചിൽ വന്നാൽ പിന്നെ നമ്മൾ കടലിലിറങ്ങാതെ പോയില്ലല്ലോ. അങ്ങനെ കുറച്ച് അവിടുത്തെ വെള്ളത്തിൽ കളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ.